ഇന്ന് ഇലക്ഷൻ നടന്നാലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ തയ്യാറിലാണ്. നിലമ്പൂരിൽ എപ്പ ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്താലും ഞങ്ങൾ റെഡിയാണ്. UDF റെഡിയാണ്. ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോട്. സ്ഥാനാർത്ഥിയുടെ കാര്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തില്ലല്ലോ. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് എങ്ങനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്? പക്ഷെ നിങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ചയില്ല ഇവിടെ. യാതൊരു ചർച്ചയില്ല ഇവിടെ. ഇലക്ഷൻ അനൗൺസ് ചെയ്യട്ടെ. അനൗൺസ് ചെയ്താൽ പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കും അല്ലേ? MK ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളാണ്. ജനങ്ങളാരും ഇത് വിശ്വസിക്കരുത്. ഇങ്ങനെയുള്ള ഒരു കാര്യവും നടക്കുന്നില്ല. AICC സമ്മേളനവും ദേശീയ വിഷയങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയില്ല. മുഖ്യമന്ത്രിയുടെ മകള് വീണക്കെതിരെ ED നടപടി സ്വീകരിക്കാൻ പോകുന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വരുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. ED എപ്പോഴും കള്ളക്കളിയാണ് ഈ കാര്യത്തിലെല്ലാം. പണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് ഉണ്ടായപ്പോഴും കള്ളക്കളിയായിരുന്നു. ആ കള്ളക്കളിയാണോ നടക്കുന്നത് നമുക്ക് നോക്കാം. എനിക്ക് വലിയ വിശ്വാസമില്ല. എനിക്കൊരു വിശ്വാസമില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുണ്ടായിട്ട് ED നടത്തിയ കള്ളക്കളി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പൊ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലത്. അതുകൊണ്ട് അതെല്ലാം വരട്ടെ. യാതൊരു വിശ്വാസ്യതയും ഇവർക്ക് ഇല്ല എന്ന് കേരളത്തിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്. അതാണ് നമ്മൾ